وقل رب ارحمهما كما ربياني صغيرا. ജീവിച്ചിരിക്കുന്ന കാലത്തും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കൂ. ഇനി അവർ മരിച്ചാലും നീ അവരെ മറക്കല്ല. സാധിക്കുമെങ്കിൽ അവരുടെ ഖബറിടത്തിലേക്കൊന്ന് ചെല്ല്. നിനക്കും മരിക്കണമെന്ന ബോധം നിനക്ക് കിട്ടും. ആ പൊന്നുപ്പാക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി, ശാന്തിക്ക് വേണ്ടി തേടാൻ നിനക്ക് കഴിയുമല്ലോ. മാത്രമല്ലല്ലോ, അവർക്ക് വേണ്ടി നീ എപ്പോഴും തേടിക്കൊണ്ടിരിക്കുന്നത് പോലെ തന്നെ നീ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്റെ പൊന്നുപ്പയുടെ കൂട്ടുകാരി, എന്റെ പൊന്നുമ്മയുടെ കൂട്ടുകാരികളായവർ ആരൊക്കെയുണ്ടോ അവര് ഹയാത്തിലുള്ളവരാണെങ്കിൽ അവരെ കാണുമ്പോൾ നീ ഒന്ന് ആദരിക്കുന്നത്, അവരോടൊരു ബഹുമാനം കാണിക്കുന്നത് മരിച്ചുപോയ നിന്റെ ഉപ്പയോട് കാണിക്കുന്ന ആദരവാണ്, ഉമ്മയോട് കാണിക്കുന്ന ബഹുമാനമാണ്, അവരോടുള്ള ആദരവാണ്, ബഹുമാനമാണ്. അതൊക്കെ ഇന്ന് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് മാതാപിതാക്കളുടെ ഖബറുകൾ സന്ദർശിക്കൂ. ബന്ധുമിത്രാദികളുടെ ഖബറുകൾ, ആരുടെ ഖബറാണെങ്കിലും സന്ദർശിക്കൂ. മരണചിന്തയും പരലോകബോധവും ഉണ്ടാകാൻ. അതല്ലാതെ അന്ന് നടക്കുന്നത് പോലെ സിയാറത്തെന്ന് പേരിടുന്നു, അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അവരെ വിളിച്ച് സങ്കടം പറയുന്നു, അവരോട് ആവശ്യങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നു. അത്തരം ഒരു സിയാറത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തിലില്ല, സഹാബത്ത് നിലക്കൊണ്ട അൽ ജമാഅത്തിലില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാം പഠിപ്പിച്ച യഥാർത്ഥമായ മാർഗത്തിലേക്ക് അത് പറയുമ്പോ പലരും പറയും, ഓ മൗലൈമാരെ, നിങ്ങൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നൊക്കെ ഇപ്പൊ പറയാൻ തുടങ്ങിയതല്ലേ, പണ്ടതൊക്കെ നിങ്ങൾക്ക് ശിർക്കല്ലേ? സാധുക്കളായ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പലതും തട്ടിവിടുന്ന ഒരു നമ്പറാണത്. മുജാഹിദുകൾ ഒരു കാലത്തും പറഞ്ഞിട്ടില്ല മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ശിർക്കാണെന്ന്. മരിച്ചവരോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണെന്നാ പറഞ്ഞത്. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പലപ്പോഴും പറയും, മക്കളെ ഇവരുടെ കൂടെ കൂടല്ല മക്കളെ, ഇവർക്ക് മരിച്ചാൽ ഇവര് ഉമ്മയുടെയും ഉപ്പയുടെയും ഒക്കെ കബറിലാക്കിയിട്ട് മണ്ണ് കയ്യിൽ നിന്ന് തട്ടിക്കൊടഞ്ഞ് മൂടും തൊട്ടി തിരിഞ്ഞു പോരുകയല്ലാതെ ഉപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി ദുആ ഇരക്കൂല മക്കളെ, മരിച്ചവർക്ക് വേണ്ടി ഒന്നും ചെയ്യൂല മക്കളെ എന്ന് പറയുന്നവരെ, മരണപ്പെട്ടവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് സുന്നത്ത് ജമാഅത്ത് പഠിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ ചെയ്യുന്നവരാണ് മുജാഹിദുകൾ. അതുകൊണ്ടാണ് ഞങ്ങൾ സുന്നത്ത് ജമാഅത്താണെന്ന് അവകാശപ്പെടുന്നത് വെറുതെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയദാ മരിച്ചയിടത്ത് ചെല്ലുമ്പോൾ മാത്രമല്ലല്ലോ, അതിൻ്റെയൊക്കെ മുന്നോടിയായി ഒരാൾ രോഗിയായി കഴിഞ്ഞാൽ പോലും രോഗം കാണാൻ പോകണേ. ആര് രോഗിയാണെങ്കിലും, അത് പണക്കാരനാണെങ്കിലും പണിക്കാരനാണെങ്കിലും ആരാണെങ്കിലും സ്വാധീനമുള്ളവനാണെങ്കിലും നിന്റെ ബന്ധുവാണെങ്കിലും അല്ലെങ്കിലും ഉമ്മാ പെങ്ങളെ സഹോദര സഹോദരി, നിങ്ങൾ രോഗം കാണാൻ പോകണേ. അവിടെ ചെന്നുകൊണ്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, നമുക്ക് കൈവെക്കാവുന്ന അനുവദിക്കപ്പെട്ട രോഗിയാണെങ്കിൽ കൈവച്ചുകൊണ്ട് അല്ലാഹുമ്മ റബ്ബന്നാസ് അദീബിൽ ബഅസ ഇശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ, ഒരു വേദനയും ബാക്കിയാകാത്ത നിലക്ക് റബ്ബേ നീ ശിഫ കൊടുക്കണേ, പൂർണ്ണമായ ആരോഗ്യം നൽകണേ എന്ന് പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. തീർന്നില്ലല്ലോ, ആ രോഗിക്ക് വേണ്ടി അതാ ദുആ ചെയ്യുകയാണ്. അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫിയക. എന്റെ ശ്രോതാക്കൾ മനഃപ്പാഠമാക്കി വെക്കണം. ഈ ദുആ നിങ്ങൾ 7 തവണ പറയണം. നിങ്ങളൊരു രോഗിയുടെ സമീപത്ത് ചെല്ലുമ്പോ ആ രോഗിക്ക് വേണ്ടി നിങ്ങൾ ആശ്വസിപ്പിച്ചു കൊണ്ട് പറയണം, അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫിയക. മഹാനായ അല്ലാഹുവിനോട് ഞാൻ നിനക്ക് വേണ്ടി ചോദിക്കുകയാണ്. അർശിന്റെ റബ്ബായ അല്ലാഹുവിനോട് ഞാൻ നിനക്ക് വേണ്ടി ചോദിക്കുകയാണ്. അന്യശ്ഫിയക, അവൻ നിന്നെ സുഖപ്പെടുത്തട്ടെ, അവൻ നിനക്ക് സുഖം നൽകട്ടെ. ഓ പെങ്ങളെ, നിങ്ങൾ പെണ്ണുങ്ങളെ സിയാറത്തിന് പോകുമ്പോ രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കൂ. ഓ ഉപ്പമാരെ, നിങ്ങൾ പോകുമ്പോ ദുആ ചെയ്യൂ. കാരണം എന്താണ്? രോഗിയാണെങ്കിൽ ആ രോഗിയുടെ സമീപത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനക്ക് ആമീൻ പറയുന്ന മലക്കുകളുണ്ട്.
രോഗം കാണാൻ ചെന്നിട്ട് വേറെ വർത്തമാനങ്ങൾ പറയല്ല, പറയുന്ന വർത്തമാനങ്ങൾ മുഴുവൻ രോഗിക്ക് ആശ്വാസം നൽകുന്നത് പറയൂ. അത് ഹോസ്പിറ്റലിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ബുദ്ധിമുട്ടിക്കാതെ, അവിടെ അധിക നേരം നിൽക്കാതെ, നിൽക്കുന്ന സമയത്ത് മുഴുവനും ദുആ ചെയ്തുകൊണ്ടിരിക്കൂ. ആമീൻ പറയുന്ന മലക്കുകളുണ്ട്. ആ സഹോദരനോട് നിങ്ങൾ വല്ലതും പറയുകയാണെങ്കിൽ, സഹോദരിയോട് വല്ലതും പറയുകയാണെങ്കിൽ ആശ്വസിപ്പിക്കണേ. രോഗം വന്നാലും ആ പാപം പൊറുക്കുമെന്ന് മുത്ത മുസ്തഫ പഠിപ്പിച്ചിട്ടുണ്ട്. അതേ ഉണങ്ങിയ മരത്തിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു വീഴും പോലെ രോഗിയുടേതായ പാപങ്ങൾ കൊഴിഞ്ഞു വീഴും ഉമ്മ, രോഗങ്ങൾ കൊഴിഞ്ഞു വീഴും പെങ്ങളെ, രോഗങ്ങൾ കൊഴിഞ്ഞു വീഴും ഉപ്പ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കണേ. തൗബക്ക് വേണ്ടി പ്രേരിപ്പിക്കണേ. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാൻ പ്രേരിപ്പിക്കണേ. ദുആ ദിക്റുകൾ അധികരിപ്പിക്കാൻ പ്രേരിപ്പിക്കണേ. അവിടെ ഖിദ്മത്തിന് നിൽക്കുന്ന ശുശ്രൂഷകന്മാർ എപ്പോഴും ആ സന്നിധിയിൽ വെച്ചുകൊണ്ട് നല്ലത് മാത്രം റബ്ബിനോട് ചോദിക്കണേ. കാരണം ആമീൻ പറയുന്ന മലക്കുകളുണ്ട്. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം സമൂഹത്തോട് പഠിപ്പിച്ചത്. മരിച്ചോര കാര്യം പിന്നല്ലേ, മരിക്കുന്നതിന്റെ മുമ്പുള്ള രോഗിയെ കാണാൻ പോയാൽ വരെ ഇതാണ് പഠിപ്പിച്ചു തന്നത്. കുഴപ്പമില്ലട്ടോ, സാരല്ലട്ടോ, പേടിക്കണ്ടട്ടോ, ഒക്കെ ശുദ്ധിയാകാനുള്ള മാർഗമാണ് ഇൻഷാ അല്ലാഹ്, ശിഫയായിക്കോളും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. ഇനി മരണമങ്ങ് സംഭവിച്ചാലോ, ഞാൻ എൻ്റെ ഉമ്മമാരോട് പ്രത്യേകം പറയുന്നു, നിങ്ങൾ പലപ്പോഴും മയ്യത്ത് കാണാൻ പോയിട്ടതാ ആ മുഖത്ത് നിന്ന് തുണിയൊന്ന് നീക്കിയിട്ട് ജനാസയൊന്ന് കണ്ട് നെടുവീർപ്പിട്ട് പോരേണ്ടവരല്ല പെങ്ങളെ. ഓ സഹോദരാ, നിങ്ങളും അങ്ങനെ പോരേണ്ടവരല്ല. നിങ്ങൾ ആ മയ്യത്തിന്റെ സമീപത്തെത്തിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരുമ ശിഷ്യൻ മഹാനായ അബൂ സലമത്ത് റളിയല്ലാഹു അൻഹു വഫാത്തായി കിടക്കുന്ന നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് ചെന്നുകൊണ്ട് അവിടുത്തേക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമത വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയ്യീൻ വഖ്ലുഫ്ഹു ഫീ അഖ്ബിഹി ഫിൽ ഗാബിരീൻ വഫ്സഹ് ലഹു ഫീ ഖബ്രിഹി വനവ്വിർ ലഹു ഫീഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, അബൂ സലമക്ക് പുറത്തു കൊടുക്കണേ. നമ്മൾ ചെല്ലുമ്പോ ഏതാ മയ്യത്തെങ്കിൽ ആ മയ്യത്തിന്റെ പേര് പറഞ്ഞ് ഇന്നയാൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്, അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തിക്കൊടുക്കണേ അല്ലാഹ്, ചെന്ന് കിടക്കാനുള്ള ഖബറിൽ പ്രകാശം ചൊരിയണേ അല്ലാഹ്, പാപങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാഹ്, അദ്ദേഹത്തിന് ചെന്ന് ചേരാനുള്ള ഖബർ വിശാലമാക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു. സ്വഹാബത്തിനോട് പറയുന്നു, ഇദാ ഹദർതുമുൽ മരീള അവിൽ മയ്യിത ഫഖൂലൂ ഖൈറാ ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ. നിങ്ങൾ ഒരു രോഗിയുടെയോ ഒരു മയ്യത്തിന്റെയോ സമീപത്ത് ഹാജരായി കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് വേണ്ടി നല്ലതിനെ ചോദിക്കണേ. കാരണം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ആമീൻ പറയുന്ന മലക്കുകളുണ്ട്. ഞാൻ ഈ കാര്യം എന്റെ ഷാർജയിലെ പ്രസംഗത്തിലും പറയാറുണ്ട്, എല്ലായിടങ്ങളിലും പറയാറുണ്ട്. ഈ ഉള്ളവൻ ഷാർജയിൽ വെച്ച് അവതരിപ്പിച്ചിട്ടുള്ള പരലോക വിശ്വാസം ഒരു സമഗ്ര പഠനം എന്ന ഒരു CD ഉണ്ട്. ഞാനതെന്റെ വലിപ്പം പറയാൻ പറയുകയല്ല. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹം മുഖേന 83 CD-കളിലായി അത് പുറത്തിറങ്ങിയിട്ടുണ്ട്. 83 ക്ലാസ്സുകളാണത്. ഷാർജയിലെ അവിടുത്തെ ഒരു മസ്ജിദിൽ വെച്ച് നടത്തിയ പ്രഭാഷണങ്ങളാണ്. അത് നിങ്ങൾ കേൾക്കണം. ഞാനിതെന്റെ സഹോദരന്മാരോട് പറയുന്നത്, അതിലെ 3-ാമത്തെ ഒരു CD-യിൽ നിന്ന് കൃത്രിമം കാണിച്ചിട്ട് പലരും കൊണ്ടു നടക്കുന്നുണ്ട്, ശത്രുക്കൾ കൊണ്ടു നടക്കുന്നുണ്ട്. പഴയകാല മിത്രങ്ങൾ ഇപ്പോൾ ശത്രുത കാണിച്ചിട്ട് അവരും നമ്മെ കൊച്ചാക്കാൻ വേണ്ടി കൊണ്ടു നടക്കുന്നുണ്ട്. അതേ ഹുസൈൻ സലഫി എന്ന് പറയുന്ന നിങ്ങളുടെ മൗലവിയത വ്യതിയാനം വന്നുപോയി. കാരണം മരിച്ചയിടത്ത് യാസീനോദനമെന്ന് മൗലവീത പറയുന്നു, മരിച്ചയിടത്ത് ഖുർആനോദനേ എന്ന് മൗലവീത പറയുന്നു എന്ന് പറഞ്ഞിട്ട് എന്റെ പ്രസംഗത്തിന്റെ 1 മണിക്കൂർ പ്രസംഗത്തിന്റെ ഏതാനും ഭാഗങ്ങളിൽ നിന്ന് 1 സെക്കൻഡ് മാത്രം എടുത്തിട്ട് അതിൽ തന്നെയും കൃത്രിമങ്ങൾ കാണിച്ച് തലയും വാലും ഇടക്കുമൊക്കെ കട്ട് ചെയ്തിട്ട് ചില ക്ലിപ്പുകൾ ഉണ്ടാക്കിയിട്ട് സാധുക്കളായ ഉമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരന്മാരെ പറ്റിക്കുന്ന ആളുകളുണ്ട്. അതാ മൗലവിയെ ഞങ്ങൾ പുറത്താക്കാൻ കാരണമെന്ന് ആശ്വസിക്കുന്ന ആളുകളുണ്ട്. പണ്ടത്തെ സലഫിയല്ല ഇപ്പോ മരിച്ചയിടത്ത് യാസീനോദാൻ പറയുന്ന സലഫിയാണ് എന്ന് പറഞ്ഞു നടക്കുന്ന പഴയകാല സുഹൃത്തുക്കളുമുണ്ട്. ഒന്നേ പറയാനുള്ളു കേട്ടോ, പരലോകം പ്രസംഗിക്കാനുള്ളതല്ല, അത് വരാനുള്ളതാണ്. അവിടെ വെച്ച് നമ്മുടെ നാവിന് സാക്ഷി പറയും.
നാവിന് സീല് വെച്ച് കൈകൾ സംസാരിക്കുമ്പോ കാല് സാക്ഷി പറയും. എനിക്കെന്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ആ പ്രസംഗ പരമ്പരയുടെ 3ാമത്തെ CD നിങ്ങൾ കേട്ടു നോക്കൂ. ഇവര് പ്രചരിപ്പിക്കുന്ന ക്ലിപ്പും കേട്ടു നോക്കൂ. വളരെ കൃത്യമായിട്ട് അവർ കത്രിക വെച്ച് മുറിച്ചിട്ടുണ്ട്. ഒരു എത്രയോ ആളുകൾ ഇപ്പോഴും ആ ക്ലിപ്പുകൾ എനിക്ക് അയച്ചു തന്നിട്ട്, എന്താണ് മൗലവി നിങ്ങൾ ഇങ്ങനെ ആയിപ്പോയത്, പണ്ടൊന്നും നിങ്ങൾ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്, ഇപ്പൊ എന്തേ നിങ്ങൾ ഇങ്ങനെ ആയിപ്പോയതെന്ന് സ്നേഹത്തോടെ ചോദിക്കുന്ന ആളുകളും കൂട്ടത്തിലുണ്ട്. തെറ്റിദ്ധരിച്ചത് കാരണത്താൽ പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ അവിടെ ഖുർആൻ ഓതണമെന്നല്ല പറഞ്ഞത്, മറിച്ച് ഖുർആൻ ഓതുകയല്ല വേണ്ടത്, യാസീൻ ഓതുകയല്ല വേണ്ടത്. കാരണം ഈ ഹദീസ് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചയിടത്ത് എന്നപ്പോ യാസീൻ ഓതിയില്ല, മറിച്ച് അബൂ സലമത്ത് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ആ പ്രാർത്ഥനയാണ് ഞാൻ അതിൽ പഠിപ്പിക്കുന്നത്. അതേ, എന്താണ് ശരിയായ സുന്നത്തെന്നും എന്താണ് ശരിയായ മാതൃകയെന്നും പഠിപ്പിച്ച പ്രസംഗത്തിൽ നിന്ന് അതേ പല ഭാഗത്തും കത്രിക വെച്ച് മുറിച്ചു നീക്കിയിട്ട് അവരവർക്ക് വേണ്ട രൂപത്തിൽ കോട്ടിമാട്ടുന്ന ഓ സുഹൃത്തുക്കളെ, എത്ര കാലമാണ് ഈ കളവും കൊണ്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? അവിടെ കൂടി നിൽക്കുന്ന മനുഷ്യന്മാര് രോഗിയുടെ സമീപത്താണെങ്കിലും ഇനി ഒരു ജനാസയുടെ സമീപത്താണെങ്കിലും മനുഷ്യന്മാരിങ്ങനെ മരണം ഒരാൾക്ക് ആസന്നമാകുന്ന നേരത്ത് ചുറ്റുഭാഗത്തും കൂടി നിന്നുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ട് കാര്യമില്ല, അതല്ലെങ്കിൽ പൊട്ടി പൊട്ടി കരഞ്ഞതുകൊണ്ട് കാര്യമില്ല. രോഗിയുടെ സമീപത്ത് അതേത് നിലക്കുള്ള രോഗിയാണെങ്കിലും, ആസന്ന മരണനായ രോഗിയാണെങ്കിലും, ഇനി മരണപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള ജനാസ മയ്യത്താണെങ്കിലും അവിടേക്ക് പോയി കഴിഞ്ഞാൽ ഖൈറായ കാര്യങ്ങൾ അല്ലാഹുവോട് ദുആ ചെയ്യാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇദാ ഹദർതുമുൽ മരീദ അവിൽ മയ്യിത ഫഖൂലൂ ഖൈറാ ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ. പല സഹോദരങ്ങളും ശ്രദ്ധിക്കാത്ത മറ്റൊരു കാര്യമാണ് ഈ പറയുന്നത്. രോഗിയുടെ അരികിൽ പോയി മറ്റുള്ള വർത്തമാനങ്ങൾ പറഞ്ഞു പിരിഞ്ഞു പോരുന്നു. മരണാസന്നനായ രോഗിയാണെങ്കിൽ അവിടെ നെടുവീർപ്പും വെപ്രാളവും ചുടുനിശ്വാസവും അതുപോലെ തന്നെ ഖേദപ്രകടനവും സഹതാപ വാക്കുകളും ഒക്കെ പറയുന്നു. അതുകൊണ്ടൊന്നും കാര്യമില്ല കേട്ടോ. ഈ രോഗിക്ക് വല്ല ഉപകാരവും കിട്ടണോ, ഈ മയ്യത്തിന് വല്ല ഉപകാരവും കിട്ടണോ, ആ സ്ഥലത്താരെങ്കിലും ഹാജരുണ്ടെങ്കിൽ പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ നല്ലത് പറയണേ, നല്ലത് പറയണേ, നല്ല കാര്യത്തിന് അല്ലാഹുവോട് ചോദിക്കണേ. ആസന്ന മരണനായ രോഗിയുടെ സമീപത്ത് പോയി യാസീൻ ഓതണം എന്നല്ല ഇതിന്റെ അർത്ഥം. അതല്ലെങ്കിൽ മരിച്ചു കിടക്കുന്ന ജനാസയുടെ സമീപത്ത് ഇരുന്നു കൊണ്ട് ഖുർആൻ ഓതണം എന്നല്ല ഇതിന്റെ അർത്ഥം. ഫഖൂലൂ ഖൈറാ, നിങ്ങൾ നല്ലത് പറയണം എന്നല്ലേ ഹദീസിലുള്ളത്. ഏറ്റവും വലിയ നല്ല വാക്ക് ഖുർആനല്ലേ. ഖൈറുൽ കലാമി കലാമുല്ലാഹ്, വർത്തമാനങ്ങളിൽ വെച്ച് ഏറ്റവും മുന്തിയ വർത്തമാനം അള്ളാന്റെ കലാമല്ലേ. അപ്പോൾ പിന്നെ രോഗിയുടെ അരികിലിരുന്നു കൊണ്ട് പ്രത്യേക മരണം ആസന്നമായ രോഗിയുടെ സമീപത്ത് യാസീൻ ഓതിക്കൊടുക്കലല്ലേ വേണ്ടത്. അതല്ലെങ്കിൽ മരിച്ച മയ്യത്തിന് സമീപത്തിരുന്നു കൊണ്ട് ഈ ഖുർആനോദലല്ലേ വേണ്ടതെന്നല്ലേ ആ ഹദീസിൽ പറയുന്നതെന്ന് ചിലരൊക്കെ സംശയിച്ചേക്കാം. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ ഹദീസ് പറഞ്ഞു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹദീസ് ആദ്യമായി കേൾക്കാൻ ഭാഗ്യം കിട്ടിയ സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും, അവരൊക്കെ അതിൽ നിന്ന് എന്താണ് പഠിപ്പിച്ചത്, എന്താണ് മനസ്സിലാക്കിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഇതങ്ങ് പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഫൈനൽ മലായികത, നിശ്ചയമായും മലക്കുകൾ, യുഅമ്മിനൂൻ, അവര് ആമീൻ ആമീൻ എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അലാ മാ തഖൂലൂൻ, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക്. നിങ്ങൾ അല്ലാഹുവോട് അവിടെ വെച്ച് എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരു രോഗിയുടെ സമീപത്തെത്തുമ്പോ അല്ലാഹുവേ, ഈ രോഗിക്ക് നീ ശമനം നൽകണേ, ശിഫയാക്കണേ അല്ലാ. എത്രയോ മര്യാദകൾ രോഗിയുടെ സമീപത്തുണ്ടല്ലോ. ഞാനിപ്പോൾ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. രോഗിയുടെ സമീപത്ത് ചെല്ലുമ്പോ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ എന്ത് സന്ദർശനമാണ്? അതുകൊണ്ടാ പറയുന്നത് സഹോദരന്മാരെ, മുജാഹിദുകൾ ഉള്ളത് പോലെ പറയുന്നു.
അവർ രോഗിയുടെ അടുത്ത് പ്രാർത്ഥിക്കുന്നു, ജനാസക്കരികിൽ പ്രാർത്ഥിക്കുന്നു, മയ്യത്ത് നിസ്കാരം നിർവഹിക്കുന്നു. മരിച്ചവർക്ക് വേണ്ടിയല്ലേ, അതിന് വിധങ്ങൾ പഠിപ്പിച്ചതല്ലേ. അതേ അവസരത്തിൽ ആ ഖൈർ പോലും മുടക്കുന്ന ആളുകളില്ലേ? ഓ സഹോദരിമാരെ, നിങ്ങളിൽ എത്ര പേർക്ക് പലപ്പോഴും ജനാസ നിസ്കരിക്കാൻ തടസ്സമാകാറുണ്ട്? നിങ്ങൾ ഉറ്റവരുടെ ജനാസ നിസ്കരിക്കാൻ വേണ്ടി നിങ്ങൾ മുന്നോട്ട് വരുമ്പോ പല തങ്ങന്മാരും നിങ്ങളെ മുടക്കാറില്ലേ? പല മുസ്ലിയാക്കന്മാരും മുടക്കാറില്ലേ? കാരണം സ്ത്രീകൾ ജനാസ നിസ്കരിച്ചുകൂടെന്ന് പറയുന്ന, സ്ത്രീകൾക്ക് ജനാസ നിസ്കരിക്കാൻ പാടില്ലെന്ന് പറയുന്ന എത്രയോ ആളുകളില്ലേ? അങ്ങനെ ആ നിസ്കാരം പോലും നിർവഹിക്കുന്ന ഖൈർ മുടക്കികളായി കൊണ്ട് നടക്കുന്ന തങ്ങന്മാരും മുസ്ലിയാക്കന്മാരുമൊന്നും അവരാണ് വാസ്തവത്തിൽ മരിച്ചവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂല് ആ ഖബറടക്കം നടക്കുന്നതിന്റെ മുമ്പ് ചെയ്യാനുള്ള അവസാനത്തെ കർമ്മമായി പഠിപ്പിച്ച ജനാസ നിസ്കാരം പോലും പെങ്ങളെ നിങ്ങൾക്ക് വിലക്കിയവരാണ് വാസ്തവത്തിൽ ഖൈർ മുടക്കികൾ. അവരാണ് നന്മ മുടക്കികൾ. മുജാഹിദുകൾ മുടക്കിയിട്ടില്ല. മുജാഹിദുകളാണ് ഒരു സമൂഹത്തോട് പഠിപ്പിച്ചത്, പുരുഷന്മാരെ നിസ്കരിച്ചോളൂ, സ്ത്രീകളെ നിസ്കരിച്ചോളൂ. അത് സുന്നത്ത് ജമാഅത്തിന്റെ പാരമ്പര്യമാണ്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹാ ആണുങ്ങളുടെ ജനാസക്ക് വേണ്ടി നിസ്കരിച്ചത് സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടില്ലേ? എത്രയോ സംഭവങ്ങളില്ലേ? സുന്നത്ത് ജമാഅത്ത് എന്ന് പറയും, സുന്നത്തും ജമാഅത്തും ഒഴിവാക്കും. സമ്പത്ത് ജമാഅത്ത് കൊണ്ട് കാര്യമില്ല, സുന്നത്ത് ജമാഅത്ത് തന്നെ വേണം. അതുകൊണ്ട് മരിച്ചവർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത കൂട്ടരാണെന്ന് ഇനി ആരും പറയണ്ട. ഇനി ജനാസ ഖബറിൽ വെച്ച് കഴിഞ്ഞാലും ആ മയ്യത്തിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി മലക്കുകൾ വരില്ലേ ഉമ്മമാരെ? മലക്കുകൾ വരില്ലേ ഉപ്പമാരെ? ചോദിക്കില്ലേ നിന്റെ റബ്ബാരെന്ന്? റസൂലുള്ളാഹിനെ കുറിച്ച് ചോദ്യമില്ലേ? ഉത്തരം നമ്മൾ ഇവിടെ വെച്ച് തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്നത് സുന്നത്ത് ജമാഅത്തിൽ പ്പെട്ടതല്ല. നിന്റെ അടുക്കൽ ഇപ്പോൾ മലക്കുകൾ വരും, അവര് നിന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചിരുത്തും. അവരെ കണ്ടാൽ തന്നെ പേടി തോന്നും. അവര് നിന്നോട് റബ്ബേതാന്ന് ചോദിക്കുമ്പോ അല്ലാഹു റബ്ബി എന്ന് പറഞ്ഞോ, നബിയാണ് എന്റെ റസൂൽ എന്ന് പറഞ്ഞോ, വൽ ഖുർആനു ഇമാമി, ഖുർആനാണ് എന്റെ ഇമാം എന്ന് പറഞ്ഞോ. ആരായി ചൊല്ലിക്കൊടുക്കുന്നത്? പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരായത്തിന്റെ പോലും അർത്ഥം പഠിക്കൽ സാധാരണക്കാരന് നിർബന്ധമില്ലെന്ന് മാത്രമല്ല, ഓതൽ നിർബന്ധമായ ഫാത്തിഹയുടെ അർത്ഥം പോലും സാധാരണ ജനങ്ങൾ പഠിക്കൽ നിർബന്ധമില്ലെന്ന് മാത്രമല്ല, പ്രത്യേകം സുന്നത്ത് പോലും ഇല്ലെന്ന് തഹ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആൻ എന്ന ഇ കെ ഹസൻ മുസ്ലിയാരുടെ പുസ്തകത്തിൽ എഴുതി വെച്ച ആളുകളാണ് ഖബറിൽ വെച്ച് എന്ന ശേഷം പറയുന്നത് ഇമാമാരെന്ന് ചോദിച്ചാ വൽ ഖുർആനു ഇമാമി. എന്റെ ഇമാം ഖുർആനാന്ന് പറഞ്ഞു. ആ ഇമാമിനെ പരിചയപ്പെട്ടിട്ടില്ല, അർത്ഥം പറയാൻ പാടില്ല, പഠിക്കാൻ പാടില്ല. ഖുർആൻ ക്ലാസ് തുടങ്ങിയപ്പോ ഖുർആൻ ക്ലാസ്സിലാക്കുകയാണെന്ന് പറഞ്ഞു പരിഹസിച്ചു. അല്ലേ അല്ലേ? ആ അർത്ഥത്തിലൊക്കെ ആരാ ചെയ്യുന്നത്? അതേ അവസരത്തിൽ മുജാഹിദുകൾ എന്തു ചെയ്യുന്നു? ആ ജനാസ അടക്കി കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സലൂലഹു തസ്ബീത്ത്, നിങ്ങൾ ആ ജനാസക്ക് വേണ്ടി സ്ഥൈര്യം നൽകാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. കാരണം ഇപ്പോൾ ചോദിക്കപ്പെടുന്ന നേരമാണ്. ആ ഉദ്ദേശം വരുന്ന ദുആകളാ മുജാഹിദുകൾ നിർവഹിക്കുന്നു. അല്ലാഹുവേ, ചോദ്യത്തിന്റെ ഘട്ടത്തിൽ ധൈര്യം നൽകണേ, ഉത്തരം തോന്നിപ്പിക്കണേ അല്ലാ, ഖബർ അകറ്റണേ അല്ലാ, വിശാലത കൊടുക്കണേ അല്ലാ, ഖബറിന്റെ പേടിയിൽ നിന്ന് മുക്തമാക്കണേ അല്ലാ, എല്ലാവിധത്തിലുള്ള പാപങ്ങളും പുറത്തു കൊടുക്കണേ അല്ലാ. ഇത് മുജാഹിദുകൾ ഖബറിന്റെ സമീപത്ത് വെച്ച് ചെയ്യുന്നു. അതേ, അതുകൊണ്ട് തീരുന്നുണ്ടോ? ഖബർ സന്ദർശിക്കുന്ന വേളയിൽ അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വ ഇന്നാ ഇൻഷാഅല്ലാഹു ബിക്കും ലലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ അൻതും സലഫുനാ വ നഹ്നു ബിൽ അസർ എന്ന് തുടങ്ങിയ പ്രാർത്ഥനകൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചില്ലേ? അവിടുന്ന് കൈകൾ ഉയർത്തിയിട്ടും പ്രാർത്ഥിച്ചിട്ടില്ലേ? അത് മുജാഹിദുകൾ ചെയ്യുന്നു. പിന്നെ മരിച്ചവർക്ക് വേണ്ടി ഒന്നും ചെയ്യൂല എന്ന് പറയുന്നത് എന്താ? ഇപ്പോഴിതാ പലപ്പോഴും അതാ വാട്സപ്പ് ദിക്റുകൾ രംഗത്ത് വരുന്നു. അതുപോലെ തന്നെ കോടിക്കണക്കിന് സ്വലാത്തുകൾ പാർസലാക്കുന്നു. അതെന്താ പരിപാടി? മുസ്ലിയാക്കന്മാരതാ ഫോൺ നമ്പർ കൊടുക്കുന്നു. ഈ ഫോൺ നമ്പറിലേക്ക് ഉമ്മ, പെങ്ങളെ, സഹോദര, സഹോദരി, നിങ്ങൾ ചൊല്ലാൻ ഉദ്ദേശിക്കുന്ന സ്വലാത്തിന്റെ അക്കം അയച്ചു തരൂ. ഞങ്ങളൊരു 10 കോടി സ്വലാത്ത് ഇവിടെ ശേഖരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. 10 കോടി സ്വലാത്ത് ആയിക്കഴിഞ്ഞാൽ ഞങ്ങളത് ഉടനെ മദീനത്തേക്ക് കയറ്റിവിടും. എടോ, നിന്റെ ഒത്താശ വേണോ സ്വലാത്ത് മദീനത്തെത്താൻ? നിന്റെ ഒരു പ്രത്യേകമായ സപ്പോർട്ട് വേണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നവരുടെ സ്വലാത്ത് സലാമുകൾ അല്ലാഹു തന്നെ എത്തിച്ചു
കൊടുക്കാൻ ഏർപ്പാട് ചെയ്തിട്ടില്ലേ? പിന്നെ നിങ്ങളുടെ ഒരു കയറ്റി അയക്കൽ വേണോ? അങ്ങനെ നിങ്ങളതാ കൂപ്പൺ ഇറക്കുന്നു, ചൊല്ലിയ സലാത്തിന്റെ എണ്ണം ചോദിക്കുന്നു, പാർസലാക്കുന്നു. ഇപ്പോഴിതാ വാട്സപ്പിൽ 70,000 ദിക്ർ. മരിച്ചവരുടെ ബന്ധുക്കളെല്ലാം കൂടി വാട്സപ്പിൽ ഗ്രൂപ്പ് ചേരുന്നു. ഓരോരുത്തരും മരിച്ച ദിവസം നോക്കിയിട്ട് 70,000 ദിക്ർ ചൊല്ലുന്നു. ഖബറിൽ കിടക്കുന്നയാളെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന വാട്സപ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങനെ സമൂഹത്തിലേക്ക് പലതും കൊണ്ടുവരുമ്പോ അവരുടെ പേരിൽ ആണ്ടരുതികൾ 40 അതുപോലെ തന്നെ ആണ്ട് അവർക്ക് വേണ്ടിയതാ അവരെ ആദരിക്കാൻ എന്ന പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ പച്ചക്കളവുകൾ കുത്തി നിറച്ചിട്ടുള്ള മൗലിദുകളതാ അവർക്ക് പുണ്യം കിട്ടാൻ എന്ന പേരിൽ പാരായണം ചെയ്യുന്നു. ഇതെന്ത് സുന്നത്ത് ജമാഅത്താണ്? ഇങ്ങനെയുണ്ട് ഒരു സുന്നത്ത് ജമാഅത്ത്. അതുകൊണ്ട് അത്തരം സുന്നത്ത് ജമാഅത്തുകളല്ല. മരിച്ചവർക്ക് വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തൊക്കെ ചെയ്താലാണോ കാര്യം കിട്ടുക എന്ന് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അതൊക്കെ ചെയ്യുന്നവര് മുജാഹിദുകളാണ്. അതവർ നിത്യജീവിതത്തിൽ തന്നെ ചെയ്യുന്നു. സ്വന്തം കാര്യത്തിന് ചെയ്യും, മറ്റുള്ളവർക്ക് കാര്യം കിട്ടാനും ചെയ്യും. അത് മാതൃകയുള്ളവ മാത്രം ചെയ്യുന്നു. അതല്ലാതെ മാലിയും മൗലൂദും പാടുക, റാത്തീബ് ചൊല്ലുക, ദിക്ർ ചൊല്ലുക, ആ നിലക്കുള്ള ദിക്റുകൾ, ഹദ്ദാദുകൾ, ലാ കണ്ണ ഇല്ലല്ലാ, ലാ മൂക്ക ഇല്ലല്ലാ, ലാ നാക്ക ഇല്ലല്ലാ, ലാ വയറ ഇല്ലല്ലാ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ അവയവങ്ങളെയും അള്ളയാക്കുന്ന പൊട്ടൻ ദിക്റുകള്, അതുപോലെ തന്നെ ആട്ടങ്ങള്, ഹൂഹു ശബ്ദങ്ങള്, ലാല എന്ന സംഗീതങ്ങള്, ഇല്ല ഇല്ല അല്ല അല്ല എന്ന പാട്ടുകള്, അതുപോലെ തന്നെ ഉറുക്ക് കെട്ടല്, ഏലസ് കെട്ടല്, ആ നിലക്കുള്ള മുഴുവൻ സമ്പ്രദായങ്ങളും വീടിന് കാവലായിക്കൊണ്ട് വീടിന്റെ നാലുമൂലയിലും കുപ്പിതൂക്കൽ, അതുപോലെ തന്നെ പെട്ടിതൂക്കൽ, അതുപോലെ തന്നെ തകിട് തൂക്കൽ, ഇങ്ങനെയുള്ള മന്ത്രതന്ത്രാദികളും, അതുപോലെ തന്നെ ഹോമം മുട്ടെറുക്കലും തട്ടെറുക്കലും, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഇല്ലാത്ത പല രൂപത്തിലുള്ള സമ്പ്രദായങ്ങളും ചെയ്യുന്ന വകയേടുകളിൽ കാണുന്ന ഒരു കഥയുമില്ലാത്ത ആരൊക്കെയോ കൂട്ടിച്ചേർത്ത വകകളല്ല ഇസ്ലാം എന്ന് പറയുന്നത്. അത് മുത്ത് മുസ്തഫ പഠിപ്പിച്ച ദിക്റുകളുണ്ട്. അതിലൂടെ നമുക്ക് സമാധാനം കിട്ടും. ഉമ്മാ പെങ്ങളെ, അലാ ബിദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ഓർമ്മയൊന്നുകൊണ്ട് മാത്രമാണ് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് അടക്കം കിട്ടുന്നത്, ഹൃദയങ്ങൾക്ക് ആശ്വാസം കിട്ടുന്നത്. ഉറങ്ങി എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ നൂറുകണക്കിന് ദിക്റുകളില്ലേ, ദുആകളില്ലേ. ഇതൊന്നും പ്രസംഗിക്കാനോ കേൾക്കാനോ മാത്രമുള്ളവയല്ല. കിടക്കുമ്പോൾ മര്യാദ പാലിക്കണേ, ഉളൂവെടുത്ത് കിടക്കണേ. ഈ ശബ്ദം ശ്രവിക്കുന്ന ഏതെങ്കിലും ആളുകൾ ഇന്നുവരെ അത് തുടങ്ങിയിട്ടില്ലെങ്കിൽ തുടങ്ങണം. ഉളൂവെടുത്ത് പൂർണ്ണ ശുദ്ധിയോടെ നിങ്ങൾ പോയി കിടക്കണം. വലതുവശത്തേക്ക് ചെരിഞ്ഞു കിടക്കണം. അല്ലാഹുവേ, പരലോക ശിക്ഷയിൽ നിന്ന് നീ എന്നെ കാത്തുകൊള്ളണം എന്ന് പറയണം. നിന്റെ നാമത്തിൽ ഞാനിതാ എന്റെ ബോഡി വെച്ചു എന്ന് പറയണം. നീ അനുവദിച്ചാലേ ഇനി എഴുന്നേൽക്കൂ എന്ന് പറയണം. നീ എനിക്ക് ജീവൻ തിരിച്ചു തരികയാണെങ്കിൽ രക്ഷിക്കണേ എന്ന് പറയണം. കാവൽ തരണേ എന്ന് പറയണം. ഞാൻ നിന്നിൽ വിശ്വസിച്ചു എന്ന് പറയണം. എനിക്ക് ഭക്ഷിപ്പിച്ചവനെ, കുടിപ്പിച്ചവനെ, എനിക്ക് വീട് നൽകിയവനെ, വേണ്ടതൊക്കെ നൽകിയവനെ, അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ വസഖാനാ വകഫാനാ വആവാനാ ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഅ്വിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സർവരാത്രികളിലും അത് പറഞ്ഞിട്ടുണ്ട്. ഉറങ്ങുമ്പോഴും അവിടുന്ന് ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് പറയേട്, ഞങ്ങളെ ഭക്ഷിപ്പിച്ചവനെ, ഞങ്ങളെ കുടിപ്പിച്ച റബ്ബിന് സ്തുതി, ഞങ്ങൾക്ക് വേണ്ടതൊക്കെ നൽകിയ റബ്ബിന് സ്തുതി എന്ന് പറഞ്ഞ് അല്ലാഹ് തന്ന നിഅമത്തിനെ ഓർത്തുകൊണ്ട് ഉറങ്ങണം. സഹോദരാ സഹോദരി, ആരാ ഇതൊക്കെ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനത്തെ ജീവിതമാ അവിടുന്ന് ജീവിച്ചത്? 2-3 മാസക്കാലത്തോളം ഞങ്ങളുടെ വീട്ടിൽ പച്ചവെള്ളവും കാരക്കയുമല്ലാതെ വീട്ടിൽ അടുപ്പിൽ തീ ഉയർന്നിട്ടില്ലെന്ന് പറഞ്ഞ ദാരിദ്ര്യത്തിന്റെ കുടിലിൽ ജീവിച്ച ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയൊക്കെയാണെങ്കിലും ഉറങ്ങാൻ കിടക്കുമ്പോ പറയും, എനിക്ക് വേണ്ടതൊക്കെ ഭക്ഷിപ്പിച്ച, എനിക്ക് വേണ്ടതൊക്കെ കുടിപ്പിച്ച, എനിക്ക് അഭയം തന്ന റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും. മൂക്കറ്റം ഭക്ഷണം കഴിച്ചിട്ട് ഏമ്പക്കമിട്ട് കിടന്നുറങ്ങുന്ന സഹോദരാ സഹോദരി, ഇന്നുവരെ നമ്മൾ റബ്ബിനോടൊരു സ്തുതി പറഞ്ഞോ? ഇന്നുവരെ ഉറങ്ങുന്ന വേളയിൽ നമ്മളത് പറഞ്ഞുവോ?
നമ്മളത് പറഞ്ഞുവോ റബ്ബിനോടത് ചോദിച്ചുവോ? ഈ ഉറക്കിലെങ്ങാനും ഞാൻ മരിക്കുകയാണെങ്കിൽ റബ്ബേ കാത്തുകൊള്ളണം എന്ന് പറഞ്ഞു. എത്രയോ ആളുകളതാ ഉറങ്ങാൻ കിടന്നതാണ്. രാവിലെ വിളിച്ചപ്പോ കട്ടിലടക്കം കുലുങ്ങുകയാണ്, മരിച്ചുപോയി. അതുകൊണ്ട് ഉളുവോടെ ശുദ്ധിയോടെ ഉറങ്ങിക്കോ, റബ്ബിനോട് തേടിക്കോ. അവസാനം നീ പറഞ്ഞോ, ആമന്തു ബി കിതാബികല്ലദീ അൻസൽത വബിനബിയികല്ലദീ അർസൽത എന്ന ഈമാനിന്റെ പ്രഖ്യാപനം പ്രഖ്യാപിച്ചുകൊണ്ട് നീ ഉറങ്ങിയിട്ട് ആ ഉറക്കിലെങ്ങാനും നീ മരിച്ചുപോയാൽ നീ നല്ല ശുദ്ധമായ മരണമാണ് മരിച്ചിരിക്കുന്നത്. സന്തോഷത്തിന് വകയുണ്ടെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സുബ്ഹാനല്ലാഹ് 33 പറഞ്ഞു, അൽഹംദുലില്ലാഹ് 33 പറഞ്ഞു, അല്ലാഹു അക്ബർ 34 പറഞ്ഞു. വീട്ടിൽ വേല ചെയ്തുകൊണ്ട് തളർന്നു പോയി എന്ന് ഭർത്താക്കളോട് ഉപ്പമാരോട് സങ്കടം പറയുന്ന പെങ്ങളെ, ഈ ദിക്ർ അല്ലാഹുവിന്റെ റസൂൽ എപ്പോഴാ പഠിപ്പിച്ചതെന്ന ചരിത്രം നിങ്ങൾക്കറിയോ? ഹബീബ് എപ്പോഴാ ഈ ദിക്ർ പഠിപ്പിച്ചത്? അവിടുത്തെ മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ മാവ് കുഴക്കാൻ വേണ്ടി കഴിവില്ലാതെ, അഥവാ കയ്യിലിങ്ങനെ ആസുകല്ല് പിടിച്ച് തിരിച്ചിട്ട് മാവ് പഠിക്കാൻ വേണ്ടി കല്ല് തിരിച്ചിട്ട് ആ കൈകളിലതാ തഴമ്പ് പൊട്ടിയിരിക്കുകയാണ്. വെള്ളം കെട്ടി കൊണ്ടുവന്നിട്ട് തഴമ്പ് വന്നിരിക്കുകയാണ്. വീട്ടിലൊരു വേലക്കാരനെ ആവശ്യമുണ്ട്. പണിയെടുത്ത് വീട്ടുവേല ചെയ്തുകൊണ്ട് തളർന്നു പോയി ഉമ്മ. ആ സമയത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹാ കേട്ടു, ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന് ഏതോ ദൂരദേശത്ത് നിന്ന് ചില അടിമകൾ വന്നിട്ടുണ്ട്. അവരെ വേലക്കാരായിട്ട് ഉപ്പാനോട് വേണമെങ്കിൽ പറഞ്ഞാൽ എന്റെ വീട്ടുവേലക്കൊരു സഹായിയാകുമല്ലോ എന്ന് ആശിച്ച് ഉപ്പയുണ്ടെന്ന് വിചാരിച്ച് വീട്ടിൽ ചെന്ന് നോക്കുമ്പോ ഉപ്പയില്ല. സങ്കടം അവിടെയുള്ള ഉമ്മയോട് പറയുകയാണ്, തിരിച്ചു പോരുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ വന്നപ്പോ രാത്രിയായിട്ടുണ്ട്. നമ്മുടെ ഉമ്മമാരി വിവരം പറയുന്നു, മോള് വന്നിരുന്നു. മോള് പടിയെടുത്ത് കുഴങ്ങിയിട്ടുണ്ട്. അവൾക്കൊരു വേലക്കാരനെ വേണമെന്നാ പറഞ്ഞിരിക്കുന്നത്. മഹാനായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വേഗം വീട്ടിൽ നിന്നിറങ്ങുന്നു. മകൾ താമസിക്കുന്ന വീട്ടിലേക്ക് ചെന്ന് വാതില് മുട്ടുന്നു. മകളും അതേ തന്റെ പുതിയാപ്പളയായ മരുമകനായ അലി റളിയല്ലാഹു അൻഹു കിടന്നിരിക്കുന്നു. ആ നേരത്താ ചെല്ലുന്നത്. ബാപ്പയെ കണ്ടപ്പോ, അമ്മോശനെ കണ്ടപ്പോ മകളും അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു ചാടിപ്പിടഞ്ഞ് എഴുന്നേൽക്കാൻ ഒരുങ്ങിയപ്പോ കാരുണ്യത്തിന്റെ നേതാവ് പറഞ്ഞു, മക്കളെ എഴുന്നേൽക്കണ്ട, അവിടെ തന്നെ കിടന്നോ എന്ന് പറഞ്ഞ് മകളുടെയും മരുമകന്റെയും ഇടയ്ക്ക് തന്നെ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരുന്നിട്ട് സ്നേഹത്തോടെ മോളോട് പറയുകയാണ്, മോളെ, എന്റെ പൊന്നുമോള് പണിയെടുത്ത് ക്ഷീണിച്ചുവല്ലേ, എന്റെ പൊന്നുമോള് ആകെ തളർന്നു പോയിട്ടുണ്ടല്ലേ, മോളെ, അതിനേക്കാൾ നിനക്ക് ഞാനൊരു വേലക്കാരനെ നിശ്ചയിച്ച് തരുന്നതിനേക്കാൾ നിനക്ക് ഹൈറായ ഒന്ന് ഞാൻ പൊന്നുമോളെ ഉപ്പ നിനക്ക് പരിചയപ്പെടുത്തി തരട്ടെ. മോളെ, ഇദാഖറതി മൽജഅകി, നീ നിന്റെ കിടപ്പറയിലേക്ക് ചെന്നാൽ നീ അല്ലാഹുവിനെ വാഴ്ത്തിക്കോ. സുബ്ഹാനല്ലാഹ് 33 പറഞ്ഞു, അൽഹംദുലില്ലാഹ് 33 പറഞ്ഞു, അല്ലാഹു അക്ബർ 34 പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതങ്ങ് പഠിപ്പിച്ചു കൊടുത്തപ്പോ മകൾക്ക് ദേഷ്യം വന്നില്ല. വേലക്കാരനെ ചോദിച്ചു ചെന്നിട്ട്, എനിക്കെന്റെ ഉപ്പ പാതിരാത്രി വിളിച്ചുണർത്തിയിട്ട് ദിക്റാണല്ലോ പഠിപ്പിച്ചു തന്നതെന്ന് പുന്നാര മകളായ ഫാത്തിമ ബീവിക്ക് തോന്നിയില്ല. കാരണം അവൾ സ്വർഗസ്ത്രീകളുടെ നേതാവായ ഉമ്മയാണ്. അതുകൊണ്ട് അവർക്കത് തോന്നൂല. മഹദിയായ ഫാത്തിമ ബീവിക്ക് തോന്നിയില്ല. മരുമകനായ അലി റളിയല്ലാഹു അൻഹുവിനും തോന്നിയില്ല. വേലക്കാരനെ ചോദിച്ചിട്ട് അമ്മോശാക്ക പാതിരാത്രിയിൽ വന്നിട്ട് ദിക്ർ ചൊല്ലാൻ പഠിപ്പിക്കുന്നവര് നേരമെന്ന് കയർത്ത് സംസാരിച്ചില്ല. ജീവിതത്തിൽ ഒരിക്കൽ പോലും പിന്നെ ഞങ്ങൾ ആ ദിക്റുകൾ ഒഴിവാക്കിയിട്ടില്ല എന്നാണ് അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. ഏത് തിരക്കിനിടയിലും ആ ദിക്ർ ഞാൻ മറന്നിട്ടില്ല എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ഒരാൾ ചോദിച്ചു, അലിയാരെ, നിങ്ങൾക്ക് ഏറെ തിരക്കും ടെൻഷനും ഒക്കെ ഉണ്ടായ ഒരു രാത്രിയല്ലേ? നാളെ സിഫീൻ യുദ്ധം നടക്കുകയാണെങ്കിൽ തലേനാളത്തെ രാത്രി നിങ്ങൾക്ക് വല്ലാത്ത തിരക്കുള്ള രാത്രിയായിരുന്നല്ലോ. ആ സിഫീൻ യുദ്ധം നടക്കുന്ന രാത്രിയിലെങ്ങാനും നിങ്ങളിത് പറയാൻ സാധ്യതയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു നിഷേധിച്ചുകൊണ്ട് പറയുകയാണ്, വലാ ലൈലത സിഫീൻ, സിഫീൻ യുദ്ധത്തിന്റെ രാത്രിയിലും ഞാൻ
ഞാനിത് പറയാൻ മറന്നുപോയിട്ടില്ല. ഉമ്മമാരെ, ഉപ്പമാരെ, പടിയെടുത്ത് ക്ഷീണിച്ചു പോയോ? അധ്വാനിച്ച് തളർന്നു പോയോ? കൃഷിയെടുത്ത് അധ്വാനിച്ച് വീടിന്റെ പണികൾ എടുത്തുകൊണ്ട്, അടുക്കള പണിയെടുത്തുകൊണ്ട്, പുറം ലോകത്ത് മക്കളെ പോറ്റാൻ വേണ്ടി അധ്വാനിച്ച് തളർന്നു പോയോ? സഹോദര, സഹോദരി, ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് ചൊല്ലുന്ന ഈ ദിക്റിന് നിനക്ക് ശാരീരികമായ പവർ നൽകാൻ കഴിവുണ്ടെന്നല്ലേ ഇതിന്റെ അർത്ഥം? മാനസികമായി നിനക്ക് കരുത്ത് നൽകാൻ പവറുള്ള ദിക്റാണെന്നല്ലേ ഇതിന്റെ അർത്ഥം? അതുകൊണ്ട് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഒരു ഉറങ്ങുന്നതിന്റെ മുമ്പ് പറയാൻ മറന്നു പോകല്ല. അങ്ങനെ എത്രയെത്ര ദിക്റുകളുണ്ട്, എത്രയെത്ര തസ്ബീഹുകളുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. അങ്ങനെ ആയിരക്കണക്കിന് ദിക്റുകൾ വീടിന്റെ അകത്തളങ്ങളിൽ ഖുർആൻ ഓതു. സഹോദര, സഹോദരി, ശൈത്താൻ പോകട്ടെ വീട്ടിൽ നിന്ന്. ശൈത്താനെ അകറ്റിയോടിക്കാനുള്ള മാർഗമാണ് ഖുർആനിലേക്ക് മടങ്ങൂ. നിങ്ങളുടെ വീടുകളതാ വിശുദ്ധ ഖുർആൻ പാരായണം നിങ്ങൾ നിർവഹിക്കൂ. അത് നാളെ പരലോകത്ത് നിങ്ങൾക്ക് ശുപാർശകനാണ്. ഇഖ്റഉൽ ഖുർആന ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി. നിങ്ങൾക്ക് ശുപാർശകനായി കൊണ്ട് പരലോകത്ത് വരും. അതുകൊണ്ട് ഖുർആൻ ഓദിക്കോ. സുന്നത്ത് നോമ്പുകൾ ജീവിതത്തിൽ കൊണ്ടുവന്നോ? അതേ, തിങ്കൾ വ്യാഴവും നോമ്പെടുത്തോ? അങ്ങനെ കഴിയുന്നത്ര സുന്നത്ത് നോമ്പുകൾ എടുക്ക്. 5 നേരത്തെ നിസ്കാരം ഒരിക്കലും ഉപേക്ഷ വരുത്തല്ല. എന്ത് തിരക്ക് പറഞ്ഞിട്ടാ നാളെ പരലോകത്ത് രക്ഷപ്പെടുക? ഒരു കല്യാണം ഉണ്ടായാൽ, ഒരു പുതുക്കം പോക്കിന് പോയാൽ, ഒരു ആസ്പത്രി കേസിന് പോയാൽ, ഒരു രോഗിയെ കാണാൻ പോയാൽ, ഒരു ആസ്പത്രിയിൽ അഡ്മിറ്റ് ആയാൽ നിസ്കാരം ഒഴിവാക്കുന്ന ഉമ്മമാരെ, ഒരു ചെറിയ നിസ്സാര കാര്യത്തിന് വേണ്ടി നിസ്കാരം ഒഴിവാക്കാമോ? പാടില്ലല്ലോ. യുദ്ധരംഗത്ത് വരെ ഊരിപ്പിടിച്ച വാളുമായി ശത്രു വരുമ്പോഴും ഓടിക്കതച്ചുകൊണ്ടും നിസ്കരിക്കണേ എന്ന് പഠിപ്പിച്ച ദീനിന്റെ അനുയായികളെ, നിങ്ങൾ എങ്ങനെ നിസ്കാരം ഒഴിവാക്കുന്നു? കണ്ടില്ലേ, ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടില്ലേ? അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയെക്കാളും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അള്ളയാണ് എനിക്ക് ഏറ്റവും വലുതെന്ന് സഊദിയിലെ സൽമാൻ രാജാവ്, സഊദിയിലെ സൽമാൻ രാജാവതാ ഒബാമ വന്നിട്ട് അദ്ദേഹത്തെ പ്രോട്ടോകോൾ അനുസരിച്ചുകൊണ്ട് രാജസ്വീകരണം നൽകുന്നതിനിടക്ക് അല്ലാഹു അക്ബർ എന്ന വിളിയാളം കേട്ടപ്പോ അള്ളയാണ് എനിക്ക് വലുതെന്ന് പ്രഖ്യാപിക്കുന്ന നിലക്ക് നിസ്കാരത്തിന് പോയില്ലേ? ലോക വാർത്താ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തില്ലേ? ഓ മുസ്ലിമേ, നിന്റെ വീട്ടിലൊരു കല്യാണ നിശ്ചയമുണ്ടായെങ്കിൽ പിന്നെ നിനക്ക് നിസ്കാരം വേണ്ടല്ലേ? നിസ്കാരം പിന്നെ ഒഴിവാക്കലാണല്ലേ? മുസ്ലിമേ, യുഹാഫിളൂന ദായിമൂന ഖാശിഊന എന്നൊക്കെ റബ്ബ് പറഞ്ഞത് മുഅ്മിനീങ്ങളുടെ നിസ്കാരത്തെ പറ്റിയാണ്. അവരതിൽ ശ്രദ്ധയുള്ളവരാണ്, നിത്യതയുള്ളവരാണ്, കൃത്യതയുള്ളവരാണ്, ഭയഭക്തിയുള്ളവരാണ്. അത് കൃത്യമായിട്ട് അവർ കൊണ്ടു നടക്കുന്നവരാണ്. കാരണം അതിലൂടെയാണ് അവർ പാപങ്ങളിൽ നിന്ന് അകലുന്നത്. നിസ്കാരം എന്തിനാണ് ഉമ്മ? നിസ്കാരം എന്തിനാണ് ഉപ്പാ? പെങ്ങളെ, എന്തിനാ നിസ്കാരം? അതേ, നിന്റെ എല്ലാ നികൃഷ്ട നീച പ്രവർത്തനങ്ങളിൽ നിന്നും നിന്നെ തടയാനാണ് നിസ്കാരം. നിസ്കരിക്കുന്നവർക്ക് നെറ്റിലൂടെയാണെങ്കിലും മൊബൈലിലൂടെ ആണെങ്കിലും അശ്ലീലം കാണാൻ ആ കണ്ണുകൾക്ക് കഴിയില്ല, മ്യൂസിക് കേൾക്കാൻ ആ കാതുകൾക്ക് പറ്റൂല, അനാവശ്യങ്ങൾ ഫോർവേഡ് ചെയ്യാൻ ആ വിരലവർ ഞൊടിക്കുകയില്ല, വേണ്ടാത്തതിന്റെ പിന്നാലെ അവർ പോവുകയില്ല. പെങ്ങളെ, ഒളിച്ചോട്ടം തുടർക്കഥയായി മാറുന്ന ലോകമാണ് പെങ്ങളെ. വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. അല്പമൊക്കെ മതബോധമുണ്ടെന്ന് പറയുന്നവരുടെ വീടുകളിൽ നിന്ന് പോലും ഒളിച്ചോട്ടം നടക്കുമ്പോൾ കൃത്യമായി ബോധവൽക്കരണം തീരെ കിട്ടാത്ത കുടുംബങ്ങളിൽ സംഭവിക്കാൻ എന്തൊക്കെ ഇരിക്കുന്നു. അതുകൊണ്ട് ഭാര്യമാരെ, നിങ്ങളെ സൂക്ഷിച്ചോ. ഭർത്താക്കളെ, നിങ്ങളെ സൂക്ഷിച്ചോ. ഓ വിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബാദികളെയും നരകത്തിയിൽ നിന്ന് കാത്തുകൊള്ളണേ. കത്തിയാളുന്ന നരകം, ഭീകരമായ നരകം,
ഒരമ്പെന്ന ബീഭത്സമായ പല രൂപത്തിലുള്ള ശബ്ദങ്ങൾ, ഗർജനങ്ങൾ പുറത്തുവിടുന്ന നരകം. ആ നരകത്തിയിൽ കിടന്നുകൊണ്ട് നിങ്ങളുടെ കൈകള്, നിങ്ങളുടെ തൊലികൾ സംസാരിക്കുമ്പോ നിങ്ങൾ ചോദിക്കില്ലേ, പരലോകത്ത് വെച്ച് അള്ള പഠിപ്പിച്ചിട്ടില്ലേ നമ്മളോട്, നമ്മുടെ തൊലികൾ നമ്മൾക്കെതിരെ സംസാരിക്കുമ്പോ ഇതാ ഈ തൊലി കൊണ്ടാണ്, ഈ ശരീരം കൊണ്ടാണ് അവൻ സിനിമ കണ്ടത്, അവൻ സീരിയൽ കണ്ടത്, അവൾ നെറ്റിൽ ആസ്വദിച്ചത്, അവൻ നെറ്റിൽ ആസ്വദിച്ചത്, അശ്ലീല ചിത്രങ്ങൾ കണ്ടത്, വീട്ടിൽ ടിവിയിൽ അത് പ്രദർശിപ്പിച്ചത്, കുടുംബസമേതം ഇരുന്നും അല്ലാതെയും ഒക്കെ പല രംഗങ്ങളും, ആടവും പാട്ടും നൃത്യങ്ങളും തോന്നിവാസങ്ങളും കോമഡികളും പലതുമൊക്കെ അവൻ കണ്ട ശരീരമാണിത്. പടച്ച റബ്ബേ വിടരുതീവനെ എന്ന് ഈ ബോഡി നമുക്കെതിരെ പരലോകത്ത് വെച്ച് സംസാരിക്കുമ്പോ നമ്മൾ ഈ ബോഡിയോട് ചോദിക്കും, ഈ സ്കിന്നിനോട് നമ്മൾ ക്രീം പരട്ടിയിട്ട് പരിപാലിക്കുന്ന, എണ്ണയിട്ട് പരിപാലിക്കുന്ന, ഒന്ന് ചുളിഞ്ഞാൽ ക്രീമിട്ട് കൊണ്ട് മിനുസപ്പെടുത്തുന്ന ഈ തൊലി നമുക്കെതിരെ സംസാരിക്കുമ്പോ നമ്മൾ പറയും തൊലിയോട്, ലിമ ശഹിത്തും അലൈനാ, നിങ്ങൾ എന്തേ ഞങ്ങൾക്കെതിരെ സംസാരിക്കുന്നത്? നിങ്ങൾക്ക് ആസ്വദിക്കാനല്ലേ ഞങ്ങളത് കണ്ടത്, കേട്ടത്, ചെയ്തത്, പ്രവർത്തിച്ചത്? ആ സമയത്ത് തൊലികൾ പറയും, അന്തഖനല്ലാഹ് അല്ലദീ അന്തഖ കുല്ല ശൈ, എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച അല്ലാഹ് ഇന്നത്തെ ദിവസം ഞങ്ങളെയും സംസാരിപ്പിച്ചോ, അത്രമാത്രം. നിങ്ങൾ വിചാരിച്ചുവല്ലേ അല്ലാഹ് ഒന്നും അറിയുന്നില്ലെന്ന്? ذلكم ظنكم الذي ظننتم بربكم أرداكم. ആ ധാരണയാണ് നിങ്ങളെ പഴപ്പിച്ചത്, ആ ധാരണയാണ് നിങ്ങളെ അധപ്പതിപ്പിച്ചത്. അതുകൊണ്ട് അള്ള തന്ന ശരീരമാണ്, അള്ള തന്ന കണ്ണാണ്, കാതാണ്, നാവാണ്, വിരലാണ്, കൈയാണ്, കാലാണ്, ബോഡിയാണ്. അത് റബ്ബിന് വിരുദ്ധമായ മാർഗത്തിലേക്ക് ചലിപ്പിക്കാതെ മക്കളെ പരിശീലിപ്പിച്ചോ, ഭർത്താവിനോട് ഉപദേശിച്ചോ, ഭാര്യമാരോട് ഉപദേശിച്ചോ, പെങ്ങളോട് ഉപദേശിച്ചോ, ഉമ്മയോട് ഉപദേശിച്ചോ. അതേ ക്യാമ്പസുകളിൽ ലഹരി നുരഞ്ഞു പൊന്തുകയാണ്, ക്യാമ്പസുകളിൽ അവിഹിത ബന്ധങ്ങൾ പെരുകുകയാണ്. പാപ്പയാരെന്ന് പറയാനാവാത്ത അവിഹിതമായ ഗർഭങ്ങളുടെ അലസിപ്പിക്കലിൽ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾ മുന്നിലാണെന്ന് പഠന സർവേകൾ റിപ്പോർട്ട് ചെയ്യുമ്പോ, ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, നിങ്ങളുടെ മക്കൾ, അതല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധപ്പെട്ടവരുടെ മക്കൾ ക്യാമ്പസുകളിലുണ്ടോ? ഈ വരുന്ന 13, 14, 15 തീയതികളിൽ 3 ദിവസമായി കൊണ്ട് കാസർഗോഡിന്റെ മണ്ണിൽ നടക്കുന്ന പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംഘടിപ്പിക്കപ്പെടുന്ന മതബോധവൽക്കരണ സദസ്സിലേക്ക് പറഞ്ഞേക്കോ. ആ കുട്ടികളോട് വെറുതെ പോയിക്കോ എന്ന് പറയുന്നത് കൊണ്ട് മാത്രമായില്ല, പെൺകുട്ടികളുടെ രക്ഷിതാക്കളെ, അവരെയും കൊണ്ട് നിങ്ങളവരെ എത്തിക്കണം, അവർക്ക് വേണ്ട സംവിധാനം ചെയ്യണം. അതുപോലെ തന്നെ ആൺകുട്ടികളുള്ള രക്ഷിതാക്കളെ, നിങ്ങളവരെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കണം, അവരെ പറഞ്ഞേക്കണം, അവരെ പറഞ്ഞു പഠിപ്പിക്കണം. എന്തിനാ ഉമ്മ, എന്തിനാണ് ഉപ്പ ലക്ഷങ്ങൾ മുടക്കിയിട്ടുള്ള ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, അവര് നാളെ അതാ എന്റെ ഉപ്പ മരിച്ചു, എന്റെ ഉമ്മ മരിച്ചു എന്ന് കേൾക്കുമ്പോ ഉമ്മാക്ക് വേണ്ടി ഒന്ന് നിസ്കരിക്കാൻ അറിയാൻ, ഒന്ന് ഇമാമത്ത് നിൽക്കാൻ കഴിയാത്ത മോള് നമുക്ക് വേണോ, മോൻ നമുക്ക് വേണോ? അതേ എന്റെ ഉപ്പാക്ക് വേണ്ടി അവസാനമായി, അതേ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫിഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസ്സിഅ മദ്ഖലഹു വഗ്സിൽഹു ബിൽ മാഇ വസ്സൽജി വൽ ബറദ് വനഖിഹി മിനൽ ഖതായാ കമാ യുനഖ الثوبുൽ അബ്യദു മിനദ് ദനസ് വഅബ്ദിൽഹു ദാരൻ ഖൈറൻ മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി വസൗജൻ ഖൈറൻ മിൻ സൗജിഹി എന്ന് തുടങ്ങിയിട്ടുള്ള മയ്യത്ത് നിസ്കാരത്തിലെ 3ാമത്തെ തക്ബീറിന് ശേഷം ചൊല്ലേണ്ട പ്രാർത്ഥന അറിയാത്തൊരു ഡോക്ടർ നമുക്ക് വേണോ? ഒരു എഞ്ചിനീയർ നമുക്ക് വേണോ? ഉമ്മ മരിച്ചു, ഉപ്പ മരിച്ചു എന്ന് പറഞ്ഞിട്ട് അലമുറയിട്ട് കലയുന്ന മോനല്ല, മോളല്ല വേണ്ടത്. ആ ഉപ്പയുടെ ജനാസക്ക് നേതൃത്വം കൊടുക്കാൻ, ആ മയ്യത്ത് കട്ടിൽ ചുമലിലേന്തിയിട്ട് ഖബർസ്ഥാനിൽ പോയിട്ട് തന്റെ ഉപ്പായുടെ ജനാസ അതിൽ താഴ്ത്തി വെച്ചിട്ട് എന്റെ പൊന്നുപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഉണ്ടോ, ഒരു എഞ്ചിനീയർ ഉണ്ടോ? അതല്ലേ സമ്പാദ്യം.
ആ മക്കളെ നമുക്ക് തിരിച്ചു കിട്ടണ്ടേ? നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ വേണ്ടേ? ഞാനൊന്നും പഠിച്ചില്ല, എന്റെ ഉപ്പ എന്നെ പഠിപ്പിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ അവസാന നിമിഷത്തിൽ ചെയ്യേണ്ട കർമ്മം പോലും ചെയ്യാതെ മാറി ഒരു മൂലയിലേക്ക് ചുമരും ചാലിക്കലങ്ങിയ കണ്ണുകളുമായി വാവിട്ട് കരയുന്ന മോനെയും മോളെയും സൃഷ്ടിച്ചെടുക്കാനാണോ ഈ ലക്ഷങ്ങൾ ചെലവാക്കിയത്? ഒരിക്കലും അല്ല. ലക്ഷങ്ങൾ ചെലവാക്കിക്കോളൂ, അവര് ജീവിച്ചോട്ടെ. പക്ഷേ ആഖിറമാകുന്ന ദുന്യാവി വിട്ടുകൊണ്ടുള്ള യാത്രയുടെ നേരത്ത് അവർക്കും വേണം ശാന്തി. അവരെ പറഞ്ഞേച്ച നമുക്കും വേണം ശാന്തി. ആ ശാന്തി കിട്ടാൻ ആവശ്യമായ വൈജ്ഞാനിക തീരമാണ് പ്രൊഫ്കോണിന്റെ സദസ്സുകൾ. അവിടെ തൗഹീദ് പഠിപ്പിക്കും, സുന്നത്ത് പഠിപ്പിക്കും, റബ്ബാരെന്ന് പഠിപ്പിക്കും. മോനെ മോളെ, നീ ഉറങ്ങിയാലും നിന്നെ അറിയുന്ന റബ്ബുണ്ടെന്ന് പഠിപ്പിക്കും. നിന്റെ ഉപ്പ കാണുന്നില്ലെങ്കിലും ഉമ്മ കാണുന്നില്ലെങ്കിലും ആരുടെ കണ്ണുകൾ ഉറങ്ങിയാലും മോളെ മോനെ, റബ്ബിന്റെ കണ്ണുകൾ ഉറങ്ങില്ലെന്ന് പഠിപ്പിക്കും. റബ്ബിനെ കുറിച്ച് ശരിക്കും ബോധവൽക്കരണം നടത്തും, സുന്നത്ത് പഠിപ്പിക്കും, വിദഅത്ത് മാറ്റിൽക്കാൻ പറയും, ഇസ്ലാമിന്റെ വേഷവിധാനം സംസാരിക്കും, അതിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ വേണ്ടതൊക്കെ ഒരു കുടക്കീഴിൽ അവർക്ക് ഒരുക്കി കൊടുക്കുന്നു. ആ സംവിധാനം, ആ പ്രോഫ്കോൺ, ഇത് കേവലം ഒരു വിദ്യാർത്ഥികളെ MSMകാർ ചെയ്യേണ്ട ഒരു ബാധ്യതയൊന്നുമല്ല. 19ാമത്തെ കൊല്ലമാണ് ഇത് നടക്കുന്നത്. നിങ്ങളൊക്കെ ഓരോരുത്തരും ആർക്കൊക്കെ ബന്ധപ്പെട്ട മക്കളുണ്ടോ, അത് ചെന്നൈയിൽ പഠിക്കുന്നവരും കോയമ്പത്തൂരിലുള്ളവരും ബാംഗ്ലൂരിലുള്ളവരും ഇന്ത്യയിലെ കേരളത്തിലെ മറ്റു ഭാഗങ്ങളിലുള്ളവരും കേരളത്തിൻ്റെ ഔട്ട് ഓഫ് സ്റ്റേറ്റിലുള്ളവരും ആരൊക്കെയാണോ നിങ്ങളവരെ പറഞ്ഞേക്കണം, അവർക്ക് വേണ്ട പ്രോത്സാഹനം നൽകണം. അവർ നന്നാവട്ടെ. എത്രയെത്ര കുട്ടികൾ ലഹരികളിൽ നിന്ന് അതുപോലെ തന്നെ വഴിവിട്ട അവിഹിത ബന്ധങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു. പ്രിയമുള്ളവരെ, അല്ലാഹു എല്ലാവരെയും നന്നാക്കുമാറാകട്ടെ. അതിനൊക്കെ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം, നമ്മളും പഠിക്കണം. അതല്ലേ ഏത് സാധാരണക്കാരനും ഇന്ന് അവസരങ്ങളല്ലേ വീട് വീടാന്തരം കയറി ഇറങ്ങിയിട്ട് അവർ പഠിച്ചിട്ടുള്ള സത്യത്തിന്റെ സന്ദേശമത അവരാളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. ആളുകൾക്കൊന്നും പരിചയമില്ലാത്തൊരു പുതിയ സംരംഭമായിട്ട് ആളുകൾ പല വീടുകളിൽ നിന്നും ഉമ്മമാര് പെങ്ങന്മാര് വീട്ടുകാർ അന്തം വിട്ട് നിൽക്കുകയാണ്. ആളുകൾ ഇങ്ങനെ താടിയൊക്കെ വെച്ച ആളുകൾ ചെന്നിട്ട് പുസ്തകവും അതുപോലെ തന്നെ CD-യും ഒക്കെയായി ചെന്ന് നിൽക്കുമ്പോൾ പല ഉമ്മമാരും 5 രൂപയും 10 രൂപയും ഒക്കെ കൊടുത്തുകൊടുക്കുകയാണ്. എന്താ പിരിവിന് വന്നതാണ്, ഏതെത്തിക്കാനേന്നാ ചോദിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള ആളുകളൊക്കെ അതിന് ചെന്നതേ അവർക്ക് പരിചയമുള്ളൂ. അല്ലാഹുവിന്റെ ദീന് പറയാൻ വീട്ടിൽ കയറിയിട്ട് ഒന്നും പിരിവ് ചോദിക്കാതെ ദീനങ്ങോട്ട് പറഞ്ഞു കൊടുത്ത്, പുസ്തകം കൊടുത്ത്, CD കൊടുത്ത് റബ്ബിന്റെ ദീന് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ ഇന്ന് വരെ അവരൊരാളെയും അവരുടെ വീടുകളിൽ കയറിയതായി കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് അവർക്കതൊരു പുതുമയാണ്. നിലനിർത്തട്ടെ. ഓ സഹോദരന്മാരെ, അവരവരുടെ നാടുകളിൽ ഇത് ചെയ്യണം, ഓരോ സ്ഥലങ്ങളിലും ചെയ്യണം. ഡോർ ടു ഡോർ എന്ന് പറഞ്ഞ് പലരും പരിഹസിച്ചാലും ഡോർ ടു ഡോർ നമ്മുടെ സന്ദേശം എത്തണം. ദീന് പഠിക്കണം. അതിന് വിശുദ്ധം സ്കൂളുകളിൽ ക്ലാസ്സുകളിൽ നിങ്ങൾ പോകണം. ആവശ്യമായ മെറ്റീരിയലുകൾ സ്വന്തമാക്കണം. അതോടൊപ്പം തന്നെ സഹോദരന്മാരെ, ഇന്നിവിടെ പ്രകാശനം ചെയ്തില്ലേ, അതേ വണ്ടിയുള്ള കാറുള്ള വാഹനമുള്ള ഡ്രൈവിംഗ് അറിയാവുന്ന ആളുകളുടെ വണ്ടികളിലേക്ക് നൽകാനുള്ള MP3 സംവിധാനമാണ് ആ ഉദ്ഘാടനം ചെയ്തത്. USB എന്ന് പറയുന്ന സംവിധാനം, ഒരു വിരലോളം വലിപ്പത്തിലുള്ള ആ സാധനം നിങ്ങൾക്ക് നിങ്ങളുടെ കാറിൽ കുത്തിക്കൊടുത്താൽ, വീട്ടിലെ TV-യിൽ കണക്ഷൻ കൊടുത്താൽ, അതല്ലെങ്കിൽ നിങ്ങളുടെ കാറിൽ വെച്ച് നിങ്ങൾക്ക് യാത്രാവേളകളിൽ വണ്ടി ഓടിച്ചു പോകുന്ന വിരസമായ സമയങ്ങളിൽ, അതേ റോഡിന്റെ ഗതാഗത കുരുക്കുകളിൽ നിങ്ങൾ റോഡുകളിൽ വെറുതെ നടുറോട്ടിൽ കടന്ന് സമയം നീക്കുമ്പോ ആ സമയം എനിക്ക് ഏറ്റവും ഉപകാരപ്പെടണം, ഞാൻ നല്ലത് കേൾക്കട്ടെ. പ്രഭാഷണത്തിന്റെ CD-കൾ നിങ്ങൾക്ക് അത് നിങ്ങൾ വാങ്ങണം പ്രിയമുള്ളവരെ. എന്നിട്ട് വാഹനമുള്ളവരിലേക്ക് നിങ്ങൾ ആ CD-കൾ എത്തിക്കണം. കാശ് വാങ്ങിക്കോളൂ. USB വെറുതെ കിട്ടൂല, MP3 വെറുതെ കിട്ടൂല. കാശ് വാങ്ങിക്കോളൂ. കാരണം എന്താണ്, ഒരു വാഹനത്തിന്റെ ഉടമക്കൊരു CD വാങ്ങാൻ കഴിയാതിരിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ഇനി വെറുതെ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും കൊടുത്തോളൂ. ഏതായാലും വണ്ടിയുള്ളവരിലേക്ക് വാഹനമുള്ളവരിലേക്കൊക്കെ ഈ സന്ദേശം എത്തിക്കുവാനുള്ള ഈ പുതിയ സംരംഭം, അല്ലാഹുവിന്റെ ദീന് എത്തിക്കാനുള്ള ഏത് മാർഗത്തിലേക്ക് ആരൊക്കെ എന്തൊക്കെ സഹായ സഹകരണങ്ങൾ നൽകിയോ, തളർന്നു കിടക്കുന്ന ദിവസം അതൊക്കെ നമുക്ക് ഓർത്ത് സന്തോഷിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഓ പ്രിയമുള്ളവരെ, ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ ഓരോ അവസരങ്ങളിലും നമ്മൾ വിലപ്പെട്ടതാണ്.
അത് ഈ സമുദായത്തിന് എത്തിച്ചു കൊടുക്കുമ്പോ ഇനിയും സഹോദരന്മാരെ വലിയ വലിയ വീടുകൾ, വലിയ വലിയ സംരംഭങ്ങളിൽ കയറിയിറങ്ങുന്ന സംവിധാനങ്ങൾ, ലക്ഷക്കണക്കിന് വീടുകളിൽ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നമ്മൾ കയറിയിറങ്ങിക്കഴിഞ്ഞു. ഇനിയും ലക്ഷക്കണക്കിന് വീടുകളുണ്ട്. വരുന്ന ഈ മാസത്തിൽ തന്നെ 21, 22 തീയതികളിൽ പെരിന്തൽമണ്ണയിൽ അടുത്ത എൻലൈറ്റനിങ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. 10,000-കണക്കിന് വീടുകളിൽ കയറിയിറങ്ങാനുണ്ട്. അതെ, അവിടെയെല്ലാം ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ പ്രിയമുള്ളവരെ ഭാഗഭാക്കാകണം. അതേ, സർവലോക പരിപാലകനായ റബ്ബിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതല്ലേ നമ്മൾ സമൂഹത്തോട് പറയുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ആദർശത്തിന് വിരുദ്ധമായതൊന്നും വരാതെ അല്ലാഹുവിനോട് എല്ലാ അർത്ഥത്തിലുമുള്ള ആഫിയത്തിനെ ചോദിച്ചുകൊണ്ട് പ്രഭാത പ്രദോഷ ദിക്റുകളിലൊക്കെ ആഫിയത്ത് തരണേ അല്ലാഹ്. ദീനിൽ ആഫിയത്ത് തരണം, ദുനിയാവിൽ ആഫിയത്ത് തരണം, കുടുംബത്തിൽ ആഫിയത്ത് തരണം, സമ്പത്തിൽ ആഫിയത്ത് തരണം, മുന്നിൽ നിന്ന് ആഫിയത്ത് തരണം, പിന്നിൽ നിന്ന് കാവല് തരണം, വലതുവശത്തുനിന്ന് ഇടതുവശത്തുനിന്ന് കാവല് തരണേ. ഔറത്തുകൾ അതേ വെളിവാകാതെ മറച്ചു വെക്കണേ അല്ലാഹ്. ഇതൊക്കെ പ്രഭാത പ്രദോഷ ദിക്റുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ആ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട്, ഓ പ്രിയമുള്ളവരെ, നാട്ടിൽ നടക്കുന്ന ഒളിച്ചോട്ടങ്ങളും തിന്മകളും കള്ളും കഞ്ചാവും മദ്യവും മയക്കുമരുന്നുമൊക്കെ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് നെടുവീർപ്പിടുന്നതിന് പകരം അവക്കൊക്കെയുള്ള പരിഹാരം എന്താണെന്ന് ആലോചിച്ച് ചെയ്യുകയാണ് ബുദ്ധിയുള്ളവർ ചെയ്യേണ്ടത്. വെറുതെ കരഞ്ഞിട്ട് കാര്യമില്ല, പരിഹാരമാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ മാർഗത്തിലേക്ക് ഇറങ്ങണേ, പ്രവർത്തിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംരംഭത്തിന് വേണ്ടി, ഈ മഹാസമ്മേളനത്തിന് വേണ്ടി ഒരുപാട് അധ്വാനിച്ച എത്രയോ സഹോദരന്മാർ, സംസാരം ശ്രവിക്കാൻ പോലും ആകാതെ വിദൂര ഭാഗത്തു നിന്നുകൊണ്ട് വളണ്ടിയർമാരായി സേവനം ചെയ്തവർ, പലരും പല രൂപത്തിലുള്ള സഹായം ചെയ്തവർ, ഈ സ്ഥലം നൽകി അനുഗ്രഹിച്ച സഹോദരൻ, അതുപോലെ തന്നെ എല്ലാവർക്കും അല്ലാഹു ഹിദായത്ത് കൃത്യമായി തന്നെ നിലനിർത്തിക്കൊണ്ട് അതേ രീതിയിൽ തന്നെ ഈ ലോകത്ത് നിന്ന് മരിച്ചു പോകാൻ സൗഭാഗ്യം നൽകട്ടെ. എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു മോചനം നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന്, കടക്കണി കൊണ്ടുണ്ടാകുന്ന വിപത്തുകളിൽ നിന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മയെല്ലാം കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജമാഅത്തിലും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സംരംഭങ്ങളിലും അല്ലാഹുവിൻ്റെ ഖൈറും ബർക്കത്തും അവൻ ചൊരിഞ്ഞു തരുമാറാകട്ടെ. ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന നിമിഷം ഏറ്റവും സന്തോഷമുള്ള നിമിഷമാക്കി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته.